സെക്സ് ചെയ്യാൻ താല്പര്യമില്ല, വല്ലാതെ ക്ഷീണം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും കമന്റ് ചെയ്യാറില്ലേ? ഇതിനൊക്കെ മെയിൻ റീസൺ എന്തായിരിക്കും? ഹോർമോൺ ഡെഫിഷ്യൻസി, അതായത് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിന്റെ ഡെഫിഷ്യൻസി എന്നുള്ളത് ഇതിലൊരു മെയിൻ റീസൺ ആണ്. ഈ ഹോർമോണിന്റെ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ താല്പര്യക്കുറവുണ്ടാവും, അതുപോലെ ഉദാഹരണശേഷി കാര്യങ്ങളൊക്കെ കുറയുന്നതായിട്ട് കാണാൻ പറ്റും, ഹെയർ ലോസ് ഉണ്ടാവാം, മസിൽ മാസ് ഇംപ്രൂവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവാം, അതേപോലെ തന്നെ നമ്മുടെ മൂഡ് സ്വിങ്സുകൾ കാര്യമായിട്ട് വരുന്നു. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ നമ്മുടെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്ന ഒരു ഹോർമോൺ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ലെവൽ മാനേജ് ചെയ്ത് പോയാൽ മതി, ബാലൻസ്ഡ് ആയിട്ട് പോയാൽ മതി. അത് കൂടുതലായിട്ടും ആവശ്യമൊന്നുമില്ല, കൂടുതലായാലും പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ബാലൻസ്ഡ് ആയി കൊണ്ടുപോകാം? നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ ചില കാര്യങ്ങൾ ഈ ഹോർമോൺ ഡെഫിഷ്യൻസി കാരണമാവുന്നുണ്ട്, അത് സെക്ഷൽ ലൈഫിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലും വരുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്തുകൊണ്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ഹോർമോൺ ഡെഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആയുർവേദിക് ആയിട്ടുള്ള സൊല്യൂഷൻസുകൾ ട്രൈ ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് മാൻഷൂർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റർ എന്നുള്ളത്. ഇത് 100% ആയുർവേദിക് ആണ്. ഇതിൽ മെയിനായിട്ട് മുസ്ലിയുണ്ട്, അശ്വഗന്ധയുണ്ട്, കഞ്ച് പോലുള്ള ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ മെയിനായിട്ട് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് FSSAI സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കേസിൽ ആ ഹോർമോൺ ലെവൽ കാര്യങ്ങളൊക്കെ ബാലൻസ്ഡ് ആയി കൊണ്ടുപോകാനും ഓവറോൾ സെക്ഷൽ ലൈഫ് നൈസായിട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കുന്നതാണ്. ഇത് വാങ്ങിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ എടുക്കാം. അത് മാൻഷൂർ തന്നെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാനുള്ളതും പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് ടൈമിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാനുള്ളതാണ്. എനിവേ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് ഹോർമോൺ ഡെഫിഷ്യൻസിക്ക് കാരണമാവുന്നതെന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഉറക്കവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ചില സുഹൃത്തുക്കൾ തീരെ ഉറങ്ങുന്നുണ്ടാവില്ല. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം, ഒരു 7 മണിക്കൂറിൽ താഴെ ഉറങ്ങുന്ന ആൾക്കാരുടെ കേസിൽ നടത്തിയ പഠനങ്ങളിൽ പറയുന്നത് ഹോർമോൺ ലെവൽ കുറയുന്നതായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു 7 to 8 മണിക്കൂറെങ്കിലും ഉറങ്ങുക എന്നുള്ളതാണ്. അതാണ് ഒരു ബെസ്റ്റ് ടൈം എന്നുള്ളത് സ്റ്റഡീസുകൾ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളെ ഹോർമോൺ ലെവലൊക്കെ ബാലൻസ്ഡ് ആയി കൊണ്ടുപോകണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആ 7 to 8 മണിക്കൂറെങ്കിലും ഉറങ്ങുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാഡ് ഹാബിറ്റ് ആയിട്ടുള്ള ആൽക്കഹോൾ. എക്സസ് എമൗണ്ടിൽ ഒക്കെ ആൽക്കഹോൾ കഴിക്കുമ്പോൾ അത് ഹോർമോൺ ലെവലിനെ ബാധിക്കുന്നു, ഹോർമോൺ പ്രൊഡക്ഷനെയും കാര്യങ്ങളൊക്കെ സാരമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഓവറോൾ നമ്മുടെ ബോഡിയെയും പല രീതിയിൽ ഹാംഫുൾ ആയിട്ട് ബാധിക്കുന്ന കാര്യം തന്നെയാണ്, ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. അതേപോലെ തന്നെ സെക്ഷൽ ഹെൽത്തിനെ ബന്ധപ്പെട്ടിട്ട് ഈ ഹോർമോൺ ലെവലും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും അത് കാരണമാകുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. സ്മോക്കിംഗും അതുപോലെ തന്നെ പ്രശ്നമല്ലേ? അത് തന്നെ. അപ്പോൾ സ്മോക്കിങ്ങിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ടോക്സിക് കെമിക്കൽസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മളെ ബ്ലഡ് ഫ്ലോ, ശരീരത്തിൽ ബ്ലഡ് ഫ്ലോനെയും കാര്യങ്ങളെയും ബാധിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ടെസ്റ്റിക്കിൾസിന്റെ കേസിൽ ഓവറോൾ ആ ടെസ്റ്റിക്കിൾസിന്റെ വൃഷ്ണങ്ങളുടെ മെക്കാനിസം തന്നെ തകരാറിലാക്കാനും ഹോർമോൺ പ്രൊഡക്ഷനെ, സ്പേം പ്രൊഡക്ഷനെ ഒക്കെ സാരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ടുന്ന ഒരു ബാഡ് ഹാബിറ്റ് തന്നെയാണ് സ്മോക്കിംഗ് എന്നുള്ളത്. അപ്പോൾ ആൽക്കഹോളും സ്മോക്കിങ്ങും നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രത്യേകം എടുത്ത് പറയാനുള്ളത്. ഇനി അടുത്തൊരു പോയിന്റ് ഒബിസിറ്റിയാണ്. അതായത് പൊണ്ണത്തടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരിലും ഈ ഹോർമോൺ ലെവൽ കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഒരു വ്യായാമമൊക്കെ ചെയ്തിട്ട്, അതായത് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ചില ആൾക്കാർ സെഡൻഡറി ലൈഫൊക്കെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതായത് അധികം വർക്കൗട്ടുകൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ല, വീട് ജോലി അത് കഴിഞ്ഞ് വീട്, അങ്ങനത്തെ ഒരു രീതിയായിരിക്കും. അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള വർക്കൗട്ടുകളോ കാര്യങ്ങളൊന്നും ചെയ്യാത്ത പക്ഷം നല്ല രീതിയിൽ ഭക്ഷണവും കഴിക്കുന്നുണ്ട്, ജങ്ക് ഫുഡ്സുകളും കാര്യങ്ങളും എല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ പൊണ്ണത്തടിയും കാര്യങ്ങളൊക്കെ വരുന്ന സിറ്റുവേഷൻസുകൾ കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു നല്ല രീതിയിൽ വ്യായാമത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയങ്ങൾ സ്പെൻഡ് ചെയ്യുകയും നല്ല രീതിയിൽ നമ്മൾ ആ ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഒബിസിറ്റി ഉള്ള ആൾക്കാരിൽ എന്താണ് ഈ ഹോർമോൺ ലെവൽ കുറഞ്ഞിരിക്കുന്നത്. വ്യായാമം കുറഞ്ഞവരിലൊക്കെ ഇത്തരത്തിൽ ആ ഒരു ഹോർമോൺ ലെവൽ കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു കൃത്യമായ അളവിൽ വർക്കൗട്ട് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ ഹോർമോൺ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. ഇനി അടുത്തൊരു പോയിന്റിലോട്ട് വരികയാണെങ്കിൽ ക്രോണിക് സ്ട്രെസ്, ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സും ഹോർമോൺ ലെവൽ കുറയ്ക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി കുറച്ച് മെഡിറ്റേഷനും അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ആ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം കാണിക്കുക എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ് എന്നുള്ളത്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുവർ ഡയറ്റ്. അതായത് ഡയറ്റ് നല്ല രീതിയിൽ നല്ല ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ എത്തുന്നില്ലെങ്കിൽ ഹോർമോൺ പ്രൊഡക്ഷൻ അത് ബാധിക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ല സമീകൃത ആഹാരം നമ്മൾ കഴിക്കണം എന്നുള്ളത്. ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്, ആവശ്യത്തിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ എത്തിയിരിക്കണം. അപ്പോഴും നമ്മുടെ ഹോർമോൺ ലെവൽ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഇനി കൃത്യമായിട്ടുള്ള ഡയറ്റ് എടുക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഹോർമോൺ ലെവൽ അതിന്റെ ഭാഗമായിട്ട് ന്യൂട്രിയൻസ് എത്തുന്നില്ലെങ്കിലും ഹോർമോൺ ഡെഫിഷ്യൻസി കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കില്ലേ? നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി മാക്സിമം അയച്ചു കൊടുത്തേക്ക്, കാരണം അവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയാണ്. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഫോളോ ചെയ്തൊക്കെ മറക്കണ്ട. മറ്റു വീഡിയോ കാണാം. ബൈ ഗൈസ്.